ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി വന്ന് സൗഭാഗ്യപുരത്തെ വിശേഷങ്ങൾ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുവേട്ടനാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മനസ്സിൽ അമ്പരപ്പും ടെൻഷനും ഒക്കെ കൂടുകയാണ്. അങ്ങനെ ഭൂമി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അംബികേച്ചി അച്ചുവേട്ടന് ചായ ആയിട്ട് വരികയാണ്. ഭൂമിയെ കണ്ടതും അംബികേച്ചി ചോദിക്കും, ആഹാ നീ വന്നോ? അച്ഛതാ നിന്നെ കാണാണ്ട് ചങ്കിടിച്ച് നിൽക്കുകയാണ്. മോക്ക് ചായ വേണോ? വേണ്ട അമ്മയെന്ന് ഭൂമി പറയും. പിന്നെ ഞാൻ ആ സൗഭാഗ്യപുരത്ത് ചെന്നപ്പോഴേ എൻ്റെ തലച്ചോറിൽ എന്തോ ഒരു റിയാക്ഷൻ. ആ വീട് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ. കുഞ്ഞിലെ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ചോട്ടൻ ഭയന്ന് പെട്ടെന്ന് ഇല്ല ഇല്ല. അപ്പോൾ അംബികേച്ചി പറയും, അത് മോള് സ്വപ്നത്തിൽ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടാവും, അതാ. ഞാൻ അവിടെ കുഞ്ഞിലെ കളിച്ച് നടന്നതൊക്കെ പോലെ തോന്നുക, മണ്ടൻ തോന്നലുകൾ എന്ന് പറഞ്ഞിട്ട് ഭൂമി പറയും, എന്തായാലും നമ്മുടെ പായസത്തിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ അച്ചേട്ടൻ പറയും, ഇനി ഓർഡർ കിട്ടിയാലും നമുക്ക് ആരുടെയും കയ്യിൽ കൊടുത്തയക്കാം. അച്ഛൻ പറയുന്നത് പോലെ എന്ന് ഭൂമി പറയാണ്. അപ്പോൾ അംബികേച്ചി പറയും, മേല് കഴുകി വന്നാലേ വല്ലതും കഴിക്കാൻ തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അച്ചേട്ടനെ നോക്കിയിട്ട് ഭൂമി ചോദിക്കും, അച്ഛന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇന്ന് കുറേ യാത്ര ചെയ്തതല്ലേ? ഇന്നില്ലായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും, ഇടയ്ക്ക് കാഴ്ചക്കുറവ് പോലെ തോന്നാറുണ്ട്. പ്രായമായില്ലേ, അതിൻ്റേതാ. എന്തായാലും മോള് പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയുമ്പോൾ ഭൂമി അകത്തേക്ക് പോവുക. പിന്നീട് രാത്രിയാകുമ്പോൾ നിന്നിട്ട് ഇങ്ങനെ ഭവാനി ഓരോന്ന് ആലോചിക്കുകയാണ്. അച്യുതൻ അവൻ എന്നെ കളിപ്പിച്ചു, കബളിപ്പിച്ചു, എന്തായാലും അവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ആ ഗുണ്ടയെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ഗുണ്ടയോട് പറയും, അച്യുതൻ എന്നെ പറ്റിച്ചതാണ്, അവൻ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്, അവൻ എന്നിൽ നിന്നും ഭയക്കുന്നുണ്ട്. എന്തായാലും അവന് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചതൊക്കെ ചിലപ്പോൾ അവൻ കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇന്ന് എന്നെ ഭയന്ന് അവൻ നടന്നിട്ടുള്ളത്. എന്തായാലും അവൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞ് അവൻ്റെ തന്നെ ആണോ എന്ന് നീ അന്വേഷിച്ച് കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഇങ്ങനെ ഭൂമിയും അച്ചോടനും അംബികേച്ചിയും കൂടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബികേച്ചി പറയും, അച്ചോടന് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഇന്ന് കഞ്ഞി ആക്കാമെന്ന് കരുതിയത്. അച്ചോടനാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അംബികേച്ചി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഭൂമി വിളിക്കും, അച്ഛൻ അമ്മ പറഞ്ഞത് കേട്ടോ, അച്ഛൻ വെറും കഞ്ഞിയാണെന്ന്. ആണോ മോള് പറ എന്ന് പറയുമ്പോൾ ഭൂമി പറയും, ഈ അച്ഛൻ്റെ ഒരു കാര്യം, പണ്ട് കഞ്ഞി കുടിക്കാൻ പ്ലാവില കൂട്ടി എടുത്തായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നത് എന്ന് അച്ചോട്ടൻ പറയുമ്പോൾ അംബികേച്ചി പറയും, അല്ലെങ്കിലും നിങ്ങൾക്ക് പഴയ സാധനങ്ങളോടാണല്ലോ പ്രിയം, പഴയ കാറ്. അത് പറയാൻ തുടങ്ങുമ്പോൾ ഭൂമി പറയും, അമ്മേ അച്ഛൻ്റെ കാറിൽ മാത്രം തൊട്ട് കളിക്കല്ലേ. അങ്ങനെ അച്ചോട്ടൻ പറയും, അംബികയെ കഞ്ഞിയിൽ പപ്പടത്തിൻ്റെ കുറവുണ്ട്, കഞ്ഞി പയർ പപ്പടം അതാണ് കോമ്പിനേഷൻ. അപ്പോൾ ഭൂമി പറയും, കഞ്ഞിയിൽ പപ്പടം ഇല്ലാതെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അച്ചോട്ടൻ പറയും, അത് ശരിയാണ് മോളെ, പക്ഷേ കഞ്ഞി പപ്പടം കൂട്ടി കഴിച്ചാൽ നല്ല സ്വാദാ. അതും വളരെ ശരിയാണ്. അടുത്ത് അംബികേച്ചി പറയും, ദേ കുറച്ചുകൂടി കഞ്ഞി കുടിച്ച മോളെ. വേണ്ടെന്നേ, ഇനി കഞ്ഞി കുടിച്ചാലേ എൻ്റെ ഉറക്കം പോവും. അത് സാരമില്ല, മോളുടെ ഉറക്കം കൂടി അച്ഛനും ഉറങ്ങി തീർത്തോളാം. അപ്പോൾ അംബികേച്ചി പറയും, അത് വേണ്ട, ഇനി കൂടുതൽ ഉറങ്ങിയാലേ ബുദ്ധി കുറയും. അപ്പോൾ ഭൂമി പറയാണ്, അതല്ലേ അതിലും അച്ഛന് ഇപ്പോഴും കുറവാണല്ലോ. അന്നേരം അച്ചേട്ടൻ പറയാണ്, എടി നിന്നെ കെട്ടിയത് മുതലാണ് എൻ്റെ ബുദ്ധി പോയത്. അതെ എന്ന് അംബികേച്ചി പറയുമ്പോൾ പറയാണ്, ചിരിച്ചുകൊണ്ടിരുന്നാലേ ഒരു രോഗവും വരത്തില്ല എന്നാണ് നിൻ്റെ അമ്മ പറയുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്കൊരു രോഗവും വരാത്തത്. അത് കേൾക്കുമ്പോൾ ഭൂമിയുടെ മുഖത്ത് സങ്കടം വരികയാണ്. അപ്പോൾ അംബികേച്ചി ചോദിക്കും, എന്താ മോളെ ഒരു വിഷമം? ഒന്നുമില്ല അമ്മ. അപ്പോൾ അംബികേച്ചി ചോദിക്കും, അല്ല സൗഭാഗ്യപുരത്തെ ബാക്കി വിശേഷങ്ങളൊന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ അച്ചേട്ടൻ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് പറയും, അതെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നാളെ രാവിലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. നാട്ടിലേക്കോ? അതെന്താ പെട്ടെന്ന് എന്ന് അംബികേച്ചി ചോദിക്കുമ്പോൾ അച്ചേട്ടൻ പറയാണ്, പോകണം അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ ഭൂമി പറയും, അച്ഛന് അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ പോവാം, പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം. ഒന്നാമത് കോഫി ഹൗസ് ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ, പിന്നെ അതിൻ്റെ പേരിൽ ലോണും ഉണ്ട്, അത് മാത്രമല്ല എനിക്ക് ഇനിയും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അംബികേച്ചി പറയും, അതെ ഇപ്പോൾ ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്. അതിൽ പെട്ടെന്ന് അച്ചേട്ടൻ കഞ്ഞി കുടിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അംബികേച്ചി ചോദിക്കും, ഇതെന്താ മതിയാക്കിയോ? മതി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അതിൽ പിന്നെ ഭൂമിക്കും കഞ്ഞി കുടിക്കാൻ തോന്നില്ല. അപ്പോൾ ഭൂമി പറയും, എനിക്കും മതി അമ്മേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കഞ്ഞി മതിയാക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അഞ്ജന കുടിച്ച് ലെക്ക് കെട്ട് ആകെ
സീനാക്കുന്ന രംഗങ്ങളാണ്. അവൾ ഇങ്ങനെ ഭൂമി അവളുടെ കവിളത്തടിച്ചതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, ഏതോ ഒരു തെരുവ് പെണ്ണ്, അതും എന്നെ ഭരിക്കാനായോ, അവളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ അവളിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഭവാനി അവിടേക്ക് കടന്നു വരുന്നത്. ഭവാനിയാണെങ്കിലോ അഞ്ജന മദ്യപിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. എന്നിട്ട് ഭവാനി ചോദിക്കും, അത് ശരി, നീ ഡൽഹിയിൽ പോയി പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ഇതിനാണോ നീ അവിടേക്ക് പോയത്? ഇതേ നോക്ക് മോളെ, നമ്മൾ ആഗ്രഹിച്ച വിവാഹം ഫിക്സായി, അജയ് നിനക്ക് സ്വന്തമായിരിക്കുക എന്ന് പറയുമ്പോൾ അഞ്ജന പറയും, അവൻ കള്ളനാവൻ, അവൻ എന്നെ ചീറ്റ് ചെയ്തു. ആ ഭൂമി ഉണ്ടല്ലോ, അവൾ എന്നെ അടിച്ച സമയത്ത് അവൻ നോക്കി നിന്നു, അവന് തിരിച്ചടിക്കാനൊന്നും പോയില്ല. ഇങ്ങനെയുള്ള ആളുടെ കൂടെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് കഴിയുക? ആ ഭൂമി ഉണ്ടല്ലോ, അവന് അവളെയാണ് ഇഷ്ടം. മുത്തശ്ശിക്കാണെങ്കിലോ പിന്നെ അവൾ പ്രിയപ്പെട്ടവളല്ലേ, പിന്നെ അപ്പച്ചിയുടെ ഒരു ശർക്കര പായസം. എന്താ എല്ലാവരുടെയും സ്നേഹം, ഇതൊക്കെയാണോ ഇന്നത്തെ വിഷയം? ലിവ് ഇറ്റ് നൗ. അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവൾ ആ മദ്യപിച്ച ഗ്ലാസ് നിലത്ത് എറിഞ്ഞുടക്കുകയാണ്. ആ ശബ്ദം കേട്ടിട്ടാണ് മുത്തശ്ശിയും സംഗീതയും മാധവനൊക്കെ അവിടേക്ക് കടന്നു വരുന്നത്. അവളാണെങ്കിലോ ബോധം കെട്ട് കട്ടിലേക്ക് വീഴുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കും, അത് ശരി, ഈ പഠിപ്പ് പഠിക്കാനാണോ ഇവള് ഡൽഹി വരെ പോയത്? ഭവാനി പറയും, അറിയില്ലായിരുന്നു അമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഇന്നാ കാണുന്നത്. എന്തായാലും ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം, ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, നീ ഇവളെ വളർത്തിയതിൻ്റെ ദോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിനക്കും മകൾക്കും ഈ വീട്ടിലൊരു അവകാശം ഇല്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൊച്ചുമോനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നാളെ എൻ്റെ കൊച്ചുമോൻ എന്നോട് ചോദിക്കില്ലേ, ഇങ്ങനെ ഒരുത്തിയാണോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ മുത്തശ്ശി എൻ്റെ തലയിൽ വെച്ച് കെട്ടിയത്? ഞാൻ എന്ത് സമാധാനം പറയും അവൻ്റെ അടുത്ത്? എന്തായാലും ഈ വിവാഹം വേണോ വേണ്ടയോ എന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് കേൾക്കുമ്പം ഭവാനി പെട്ടെന്നൊന്ന് ഷോക്കാവുകയാണ്. എന്നിട്ട് മുത്തശ്ശി മാധവൻ്റെ അടുത്ത് ചോദിക്കും, ഈ മദ്യക്കുപ്പി കണ്ടിട്ട് നിനക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാതിൽ പുറത്തേക്ക് തുറന്ന് കിടക്കുന്നുണ്ട്, അതുവഴി അങ്ങ് പൊക്കോളണം എന്ന് പറഞ്ഞിട്ട് വേഗം മുത്തശ്ശി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സംഗീത പറയും, വാ മാധവേട്ടാന്നും പറഞ്ഞ് എല്ലാവരും അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമി ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അവളുടെ അമ്മയും കുട്ടിക്കാലത്ത് ഇങ്ങനെ സൗഭാഗ്യപുരത്തെ മുറ്റത്ത് അവളുടെ അമ്മ മുറ്റത്ത് കൊഞ്ചിക്കുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണരുകയാണ്. അതിൽ അവൾ സ്വയം ഇങ്ങനെ പറയാണ്, ഈശ്വര, ഞാൻ എന്തായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്? ആ അമ്മയും മോളെയും ഞാൻ എന്തിനാണ് ഇങ്ങനെ കണ്ടത്? ഇന്ന് സാറുമായിട്ട് സംസാരിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്ന് പിന്നെ അവളിങ്ങനെ ആശ്വസിക്കും. പിറ്റേന്ന് രാവിലെ ആയപ്പോഴും അഞ്ജന ഇങ്ങനെ ബോധം കെട്ട് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഭവാനി വന്ന് വിളിച്ചുണർത്തും. എന്നിട്ട് അവളോട് പറയാണ്, എല്ലാം നീ നശിപ്പിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് കവിളത്തൊരടി കൊടുക്കുകയാണ്. ഞാൻ തീർത്തെടുത്ത സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് നീ തകർത്തില്ലേ? ഇന്നലെ എന്ത് ഷോ ആയിരുന്നു! ഈ വീട്ടിലെ എല്ലാവരും നിന്നെ വാതോരാതെ സംസാരിച്ചതും സ്നേഹം, ലാളന ഒന്നും നീ ഓർക്കുന്നില്ലല്ലേ? ഒരു പീറ പെണ്ണിന് വേണ്ടിയിട്ടാണോ നീ വാശി പിടിക്കേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മത്സരിക്കേണ്ടത് ഈ വീട്ടുകാരുമായിട്ടാണ്. നീ മദ്യപിക്കുന്നതും കണ്ട് ഇന്നലെ മുത്തശ്ശി എല്ലാവരും കയറി വന്നു. മുത്തശ്ശി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, കാണുക മാത്രമല്ല, എനിക്ക് അതിനുള്ള നിന്നെ ലാളിച്ച് വഷളാക്കിയതിനുള്ള പാരിതോഷികവും തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി പറയുമ്പോൾ ഭവാനി എന്നിട്ട് അഞ്ജനയുടെ അടുത്ത് പറയാണ്, ഈ കല്യാണം വേണോ വേണ്ടേ എന്ന് മുത്തശ്ശി തീരുമാനിക്കാൻ പോവുകയാണ്. അപ്പം അഞ്ജന പറയും, അയ്യോ, ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാം. മാപ്പും ചോദിച്ച് അവിടേക്ക് ചെന്നാൽ മതി, പുറത്തേക്കുള്ള ഗേറ്റ് തുറന്ന് കിടപ്പുണ്ടാവും, അതുവഴി പൊയ്ക്കോണം. പിന്നെ എന്തായാലും ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം, നമുക്കൊരിവിടം വരെ പോകാനുണ്ട്, നീ വേഗം പോയി റെഡി ആയിട്ട് വാ. അങ്ങനെ അഞ്ജന ശരി അമ്മയെന്നും പറഞ്ഞ് റെഡിയാവാൻ പോകുമ്പോൾ ഭവാനി ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.